ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കർക്കിടക മാസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടാണ്. ഇത്രയും മാസങ്ങളിൽ എന്ത് പ്രത്യേകതയാണ് കർക്കിടകത്തിനുള്ളത്, നമ്മൾ ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്, അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോ കർക്കിടക മാസം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാള മാസത്തിലെ ഏറ്റവും അവസാനത്തെ മാസമാണ് കർക്കിടക മാസം. കേരളത്തില് ആത്മീയതയുടെയും ആരോഗ്യ സംരക്ഷണത്തിന്റെയും ആത്മപരിശോധനയുടെയും മാസം കൂടിയാണ് ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ പ്രത്യേകതകളെ കുറിച്ച് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം, മഴയുടെ മാസമാണ്. നല്ല കനത്ത മഴ, തണുത്ത കാലാവസ്ഥ, ഇതൊക്കെ ഈ ഒരു മാസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ കൃഷിക്കും പ്രകൃതിക്കൊക്കെ ഏറെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു മാസമാണ് കേരളത്തില് ഈ പറയുന്ന കർക്കിടക മാസം. രണ്ടാമതായിട്ട് രാമായണ മാസമായിട്ടാണ് കേരളത്തിൽ ഈ മാസത്തെ കണക്കാക്കുന്നത്. ശ്രീരാമന്റെ ജീവിത കഥയിൽ നിന്ന് ധർമ്മം, ക്ഷമ, ഭക്തി ഇതൊക്കെ പഠിക്കാനുള്ള ഒരു മാസമായിട്ട് ഈ ഒരു മാസത്തെ കണക്കാക്കി വരുന്നുണ്ട്. ഇത് കൂടാതെ കർക്കിടകത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ആയുർവേദ മാസം എന്നും ഈ കർക്കിടക മാസം അറിയപ്പെടുന്നുണ്ട്. അതായത് ആയുർവേദത്തില് ശരീരപരിചരണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് കർക്കിടക മാസത്തെ നമ്മൾ കണക്കാക്കി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർക്കിടക മാസത്തില് കർക്കിടക കഞ്ഞി, ഔഷധ സ്നാനം, അഭ്യംഗം അതായത് ശരീരത്ത് എണ്ണ തേക്കല്, അതുപോലെ തന്നെ പഞ്ചകർമ്മം, ഇതൊക്കെ ഈ ഒരു മാസത്ത് കൂടുതലായിട്ട് ആളുകൾ ചെയ്യാനുള്ള കാരണം ഇതുകൊണ്ടാണ്. ഇതിനൊക്കെ പുറമെയായിട്ട് ആത്മീയ ഉണർവിന്റെ മാസമായിട്ട് കർക്കിടക മാസത്തെ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്ത് പ്രാർത്ഥന, ജപം, ധ്യാനം, ദാനധർമ്മങ്ങള് ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം ഈ മാസത്തിന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം പറയുന്നത്, പണ്ട് തൊട്ട് പൂർവികർ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഈ ഒരു മാസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനാണെങ്കിലും ജീവിതത്തിനാണെങ്കിലും പുതിയൊരു ഉണർവ് നൽകുന്ന ഒരു മാസമാണെന്നാണ് പറയുന്നത്. ഇത് കൂടാതെ ഈ ഒരു മാസത്തിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു പേര് കൂടെയുണ്ട്. ലാളിത്യത്തിന്റെ മാസം എന്നും കർക്കിടക മാസം അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, വളരെ ലളിതമായിട്ടുള്ള ഭക്ഷണ രീതി, അതുപോലെ തന്നെ ആരോഗ്യ പരിപാലനം നടത്തുന്ന ഒരു മാസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനും ശരീരത്തിനും വിശ്രമം കൊടുക്കേണ്ട ഒരു മാസം ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരു പേര് കർക്കിടക മാസത്തിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കർക്കിടക മാസത്തിന്റെ പ്രത്യേകതകൾ. ഇനി ഇത്രയും മാസങ്ങൾ ഉണ്ടായിട്ടും ഈ ആത്മീയതയ്ക്കാണെങ്കിലും ആരോഗ്യ പരിചരണത്തിനാണെങ്കിലും എല്ലാം എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത്, എന്തുകൊണ്ടാണ് മലയാള മാസത്തിൽ കർക്കിടക മാസത്തിനെ തന്നെ ഇതിനൊക്കെ തിരഞ്ഞെടുത്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, അതായത് ഇത് ഒരു വർഷത്തെ അവസാനത്തെ മാസമാണ്. ഒരു വർഷം തീരുകയാണ് ഈ മാസത്തോടു കൂടി. അപ്പൊ ഒരു വർഷത്തെ അവസാന മാസം, ഇത് കഴിയുമ്പോൾ ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒരു ഉണർവിന്റെ മാസം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു മാറ്റത്തിന്റെ മാസമായിട്ടാണ് പൂർവികർ കണ്ടിരുന്നത്. അതായത് നമ്മളെ തന്നെ മാറ്റുക, ഒരു നല്ല ജീവിത ശൈലി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ ഒരു മാസത്തെ ഈ പ്രത്യേകതകൾ കൊണ്ട് പൂർവികർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ആരോഗ്യം പരിചരിക്കുക, മനസ്സിനെ മാറ്റിയെടുക്കുക, നമ്മൾ എന്ത് പഠിക്കുക, ഈ പറയുന്ന ക്ഷമ, ഭക്തി ഇതൊക്കെ നമ്മൾ പഠിക്കുക, എന്നിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുക, ഒരു പുതുവർഷത്തിലേക്ക് കടക്കുക എന്നതാണ് പൂർവികര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിട്ടകൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ മനസ്സിനും ജീവിതത്തിനും, അല്ലെങ്കിൽ എന്താ പറയുക, ആത്മാവിന് തന്നെ ഒരു പുത്തൻ ഉണർവ് നൽകുന്ന ഒരു മാസമായിട്ടാണ് പൂർവികര് ഈ കർക്കിടകത്തെ കണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കർക്കിടക മാസത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.